ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില. കഴിഞ്ഞ വീഡിയോ വയനാട്ടിലേക്കുള്ള റോഡ് ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് വേണം കേട്ടോ ഈ വീഡിയോ കാണാൻ, എന്നാലേ ഒരു കണ്ടിന്യൂറ്റി ഉള്ളൂ. ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടൽ മസാറൈനിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ കയറി വന്നപ്പോൾ തന്നെ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി. നല്ലൊരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും ഒക്കെയാണ് കേട്ടോ ഈ ഒരു ഹോട്ടലിൽ. സാധാരണ ഞങ്ങൾ റിസോർട്ടാണ് സ്റ്റേക്കായിട്ട് എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ പെട്ടെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് നമുക്ക് ഒത്തുകിട്ടിയത് ഈ ഹോട്ടലായിരുന്നു കേട്ടോ. പക്ഷേ നോക്കിയപ്പം നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അപ്പം 4 സ്റ്റാറോ 5 സ്റ്റാറോ എന്തോ ഹോട്ടലായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് പുതിയ ഹോട്ടലുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു സ്റ്റേ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് ശരിക്കും ഞങ്ങളുടെ നല്ല മെമ്മറീസിൽ ഉള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനത് ഫുള്ളൊരു വീഡിയോ ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം 3019 അതായിരുന്നു ഞങ്ങളുടെ റൂം നമ്പർ. ഒപ്പം അത് സ്വിമ്മിംഗ് പൂളിനോട് വളരെ ചേർന്നുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ലക്കായി. കാരണം അവിടെ വേക്കൻ്റ് ആവുന്നത് ഞങ്ങൾക്ക് അറിയാനായിട്ട് എളുപ്പമാണല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ എപ്പോഴും തന്നെ പൂളിൽ നിറയെ ആളുകളുണ്ടായിരുന്നു. ഇവിടെ മലയാളികളെക്കാളും കൂടുതൽ നോർത്ത് ഇന്ത്യൻസൊക്കെ ആയിരുന്നു അധികവും ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു കേട്ടോ ഹോട്ടൽ. ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റിയും റൂം സർവീസും ഒക്കെ ഒരു ആർട്ടാണ് എന്ന് തോന്നിയത് ഇവിടുത്തെ റൂംസ് കണ്ടപ്പോഴാണ് കേട്ടോ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, നല്ല നീറ്റുമായിട്ടാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാ റിസോർട്ടിലുള്ള പോലെ തന്നെ കുറേ സോപ്പ്, ഷാമ്പൂ അങ്ങനെയെല്ലാം തന്നെ നമുക്ക് ഇവിടെയുണ്ട് കേട്ടോ. ടോയ്ലറ്റ്സൊക്കെ വളരെ ക്ലീനായിരുന്നു. എല്ലാം ടവൽസൊക്കെ പ്ലെൻറ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലയിടത്ത് ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പം ആവശ്യത്തിന് ടവൽസ് കാണില്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ താമസത്തിന് ആവശ്യമായ എല്ലാ എസെൻഷ്യൽസും ഇവിടെ ഉണ്ടായിരുന്നു. IPL നടക്കുന്ന സമയമായതുകൊണ്ട് TV-യിൽ ക്രിക്കറ്റ് മാച്ച് വയ്ക്കാനാണ് ബോയ്സ് സെക്ഷൻ കൂടുതൽ താല്പര്യപ്പെട്ടത് കേട്ടോ. വണ്ടി ഓടിച്ച് മടുത്ത് വന്നവരെ റെസ്റ്റ് എടുത്തോട്ടെ എന്ന് ഓർത്ത് ഞാൻ ആ സമയത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാനും ജിമ്മ് കാണാനും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ കുട്ടികളുമായി. ഇതിനു മുമ്പ് നമ്മൾ താമസിച്ചിട്ടുള്ള വലിയ റിസോർട്ടുകളിലൊക്കെ ജിമ്മെന്ന് പറയുമ്പോൾ ഒരു തട്ടിക്കൂട്ട് ജിമ്മായിരുന്നു കേട്ടോ ഫീൽ ചെയ്തിരുന്നത്. പക്ഷേ ഇത് റിയലി എല്ലാ എക്യുപ്മെൻറ്റ്സും ഉള്ള നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജിമ്മാണ് കേട്ടോ ഇവിടെയുള്ളത്. എനിക്കങ്ങനെ ജിമ്മിനെ പറ്റി ഒത്തിരി പറഞ്ഞു തരാനൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ നമ്മൾ നേരത്തെ വയറൊക്കെ ഫുള്ളായിട്ടാണ് ഇവിടെ വന്നത്. അതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആവട്ടെ എന്ന് പറഞ്ഞ് ഞാനും കുട്ടികളും ചെറിയ രീതിയിലൊന്ന് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കി കേട്ടോ. എല്ലാം ഒന്ന് ചുറ്റി നടന്ന് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇന്ന് ചായ കുടിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ റെസ്റ്റ് എടുക്കുന്നവരെ ശല്യപ്പെടുത്താതെ ഞങ്ങൾ റൂമിൽ തന്നെ ഒന്ന് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചില സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന പാലും ചായയും കാപ്പിയും ഒക്കെ ഒന്ന് പാളി പോകാറുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ കാപ്പിപ്പൊടിയും പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഹോട്ട് വാട്ടർ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റി ആയിരുന്നു കേട്ടോ. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മോനെ ഇപ്പോൾ ഫുട്ബോൾ കോച്ചിങ്ങിന് വിടുന്നുണ്ടായിരുന്നേ. അതുപോലെ മോൾക്ക് വേണ്ടിയിട്ട് ഡ്രോയിങ്ങിൻ്റെയും ആർട്ടിൻ്റെയും ഒരു ഓൺലൈൻ ക്ലാസ്സാണ് കേട്ടോ അറ്റൻഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നത്. അപ്പോൾ അവൾക്കുള്ള ഓൺലൈൻ ക്ലാസ് ഇവിടെ വെച്ച് ഞങ്ങൾ ഇങ്ങോട്ട് അറ്റൻഡ് ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ക്ലാസ് മിസ്സാക്കണ്ടല്ലോ. അവൾ ഓൺലൈൻ ക്ലാസ്സിൽ ഒരു സൈഡിൽ ടേബിളും അവൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഒരുക്കി ഞങ്ങൾ കൊടുത്തു. ലാപ്ടോപ്പൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവൾ ഡ്രോയിങ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ തന്നെ കറക്റ്റ് ടൈമിൽ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കിട്ടി. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്യാനുള്ള നൈഫും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അവൾ ഓൺലൈൻ ക്ലാസ്സും അറ്റൻഡ് ചെയ്തു. ഈ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 9 മണിയായി.
9 മണിയായപ്പോഴത്തേക്കുമാണ് അയ്യോ എവിടെ ഫുഡ് കഴിക്കാൻ പോകുന്നൊക്കെ ഓർത്തത്. നമ്മുടെ ഈ ഹോട്ടലിനോട് ചേർന്ന് തന്നെ ആലിബാബ റെസ്റ്റോറൻ്റ് ഉണ്ട്, എന്നാൽ അങ്ങോട്ട് പോയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ടോജോയാണ് പറഞ്ഞത് ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, ആലിബാബ ആൻഡ് 41 ഡിഷസ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ബാബ കാണുമായിരിക്കും, കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പക്ഷേ നെവർ എക്സ്പെക്റ്റഡ് അദ്ദേഹത്തെ നേരിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി. അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നവിടം വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.